അരുൺ അവിടെ പുലിക്കളിക്ക് വേണ്ടിയിട്ട് അരുൺ ഇറങ്ങുമോ എന്ന് 2-3 വർഷമായിട്ട് അവിടെ ഉള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അരുൺ ഇത്തവണ ഇറങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആരുടെ ഒപ്പാണ് അരുൺ ഉള്ളത്? എവിടെ എത്തിയിട്ടുണ്ട്? അക്ഷയ കഴിഞ്ഞ തവണ അക്ഷയ ഉണ്ടായിരുന്നു, അന്നേ നമ്മൾ പറഞ്ഞതാണ്. അത് പക്ഷേ ഇങ്ങനെ സസ്പെൻസ് ആയി തന്നെ തുടരുകയാണ്. ഇന്ന് ഞങ്ങൾ അയ്യന്തോൾ ദേശത്തിനൊപ്പമാണ്, ഞാനും ഷിനോജും. തുടക്കം മുതൽ തന്നെ അയ്യന്തോളിന്റെ ഒരു ആവേശം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു, ഇത്തവണ തിരിച്ചു പിടിക്കാനാണ് അയ്യന്തോൾ എത്തിയിട്ടുള്ളത്. ആ ഒരു ആവേശം ഇപ്പോൾ തന്നെ സജ്ജമായിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലേക്കൊക്കെ ആ ഒരു താളം കയറുമ്പോൾ തന്നെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇനി അല്പനേരം കൂടി ആയത് കരിമ്പുലിയാണ് അയ്യന്തോളിന്റെ ഹൈലൈറ്റ്. ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്, സെറ്റല്ലേ? ആവേശല്ലേ? ആവേശം നമ്മള് തൂക്കും, തൂക്കി എല്ലാവർക്കും അത്രയാണ്. നമുക്ക് സസ്പെൻസ് ഒക്കെ ബാക്കിയാണല്ലേ? അവിടുന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സസ്പെൻസ് എന്ന്. നേരത്തെ ആര്യയും ഇപ്പൊ അക്ഷയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ ട്വിസ്റ്റ് ഒക്കെ ഇനി വരാൻ അവശേഷിക്കുന്നുള്ളൂ. രാവിലെ മുതൽ തന്നെ അതല്ലേ സത്യം പറ. അക്ഷയ കേൾക്കുന്നില്ല ഒരു തവണ കൂടി. അതായത് അയ്യന്തോളുകാരുടെ ഒപ്പം രാവിലെ മുതൽ അരുണും ഷിനോജും കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയും അവരുടെ സസ്പെൻസ് എന്താണ്, ഈ മത്സരത്തിൽ അവരെന്താണ് പുതുതായി കാണിക്കാൻ പോകുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് അക്ഷയ 51 പുലികളാണുള്ളത്. അതിൽ എന്നെ 52ാമത്തെ പുലിയായി കയറ്റാനുള്ള പല ശ്രമവും ഷിനോജ് നടത്തി. അത് എന്നാലും പരാജയപ്പെട്ടു. പക്ഷെ നമ്മൾ ഈ പുലിക്കളി സംഘത്തിനൊപ്പം തന്നെ നടക്കാൻ ആ കഥ ഷിനോജ് തന്നെ പറയും. ഷിനോജ് പറ, എന്നെ പുലിക്കളി സംഘത്തിനൊപ്പം കയറ്റാനുള്ള പല ശ്രമവും പരാജയപ്പെട്ടില്ല. അതാണ് അക്ഷയ ചോദിക്കുന്നത്. സസ്പെൻസ് എന്താണ്? സസ്പെൻസ് ഒക്കെ അത് അടുത്ത വർഷത്തേക്കാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. 4000 രൂപ ബാറ്റ് ചെയ്യാണ് അരുണിന് കിട്ടിയിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത്. അരുണിന് ഏകദേശം സംബന്ധിച്ച കണക്കിലാണ് ഉള്ളത്. ഇത് ചെമ്പുലിയാണ്. ചെമ്പുലിത പുതിയ സെറ്റ് ടൈപ്പ് തുല്ലാണ്. ഏതാ കളർ? ഏതാ ഇത്? ഏതാ കളറ്? പുലിയുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി കേരളമെമ്പാടുമുള്ള ആരാധകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ ഇത് കളർ പക്ഷേ ഒരു പ്രത്യേകതരം കളറല്ലേ? അതെ, സസ്പെൻസ് എന്ന് വീണ്ടും പറയണ്ട. പക്ഷേ ഞാൻ പറഞ്ഞതല്ല, പുലികൾ പറയുന്നതാണല്ലേ. സസ്പെൻസ് വേറെ ഉണ്ടോ പരിപാടികൾ? വേറെ സസ്പെൻസ് കാണിച്ചു തരാം. പുലിവണ്ടി മത്സ്യത്തിന്റെ മാതൃകയിലുള്ള പുലിവണ്ടി ടാബ്ലോ. ഇതൊക്കെ അണിഞ്ഞൊരുങ്ങുന്നേ ഉള്ളൂ. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആ യാത്രയിൽ തന്നെ കാണാനാകും. ഇതൊക്കെ സസ്പെൻസുകളിൽ ചിലത് മാത്രം. പിക്ചർ അഭി ബാക്കി ഹേ അല്ലേ? നമുക്ക് ഈ സംഘാടകരിലേക്ക് തന്നെ പോയി അവരുടെ ഒരു സ്പിരിറ്റും ആവേശമൊക്കെ. എന്താണ് ഇത്തവണ തൂക്കാൻ ഇറങ്ങിയതല്ലേ? അതെ തീർച്ചയായിട്ടും. എന്താ കഥ? ഇത്തവണ പിടിക്കൂ? അയ്യന്തോള് പിടിക്കോ ഇത്തവണ? എന്താ അതെ, ഇതാ കെ പി ഫുൾ കോസ്റ്റ്യൂമിലൊക്കെ സെറ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് അയ്യന്തോളിന്റെ ഓൾ ഇൻ ഓൾ KP. ഇതെന്താ പുലിവണ്ടിയാണ്. പുലിവണ്ടി. ഈ പുലിവണ്ടി ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ജനസാഗരത്തിൽ നീന്തി തുടിക്കുന്ന പുലിമീനാണിത്. ഇവിടെ ജനസാഗരം ഉണ്ടാവും, ആ സാഗരത്തിൽ നീന്തി തുടിക്കുന്ന പുലിമീൻ, അതാണ് അയ്യന്തോളിന്റെ പുലിവണ്ടി. ഇത് 51 പുലികളാണ്. 51 അടി നീളത്തില് ഇന്ന് വരെ തൃശ്ശൂർ പുലിക്കളി അല്ലെങ്കിൽ തൃശ്ശൂർ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ടാബ്ലോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു നിശ്ചല ദൃശ്യം, അത് ഇതൊരു പുലി വണ്ടിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. സാധാരണ പുലികൾക്ക് എന്താ പറയുക, കളിയുടെ ഇടയിൽ റെസ്റ്റ് ചെയ്യാനാണ് പുലിവണ്ടി തയ്യാറാക്കുക. ഇത്തരത്തിലുള്ള ഒരു പുലിവണ്ടി നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് 2 പുലികൾക്കാണ് ഇതിൽ ഇരിക്കാനായിട്ട് പറ്റുക. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പുലികൾക്ക് റെസ്റ്റ് വേണ്ട, 2 പുലികൾ മാത്രം മതി. സ്പിരിറ്റ് ഈ പുലി മീൻ എന്ന് പറയുന്ന ജനസാഗരമാണ്. അപ്പോൾ നീന്തി തുടിക്കാനാണ്, ജനസാഗരത്തിനിടയിൽ നീന്തി തുണിക്കാനാണ് എന്നുള്ളതാണ് അയ്യന്തോളിന്റെ ആശയം. അങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളുമായി എല്ലാവരും എത്തുന്നുണ്ട്. ആരൊക്കെ എത്തിയാലും നമ്മൾ തന്നെ തൂക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ജനമനസ്സുകൾ കയറിയിരിക്കും, ഒരു സംശയമില്ല. അയ്യന്തോൾ എല്ലാ പുലികളും തൃശ്ശൂരിന്റെ പുലികൾ തന്നെയാണ്. എങ്കിലും അയ്യന്തോളുകാരുടെ കൂടി ഇപ്പോ അയ്യന്തോളിന് വേണ്ടി അയ്യന്തോളിന് അവരുടെ ആവേശത്തിനൊപ്പം നമ്മൾ നിൽക്കുകയാണെന്നേ ഉള്ളൂ. എങ്കിലും എല്ലാ പുലികൾക്കും അവരുടെ എല്ലാ ആശംസകളും നേരുന്നുണ്ട്. വമ്പൻ ആവേശം തന്നെയാണ്. നമ്മുടെ തൃശ്ശൂരല്ലേ, നമ്മളെ പുലികളല്ലേ, പുലികളല്ലേ കേടികളെ. എന്തൊക്കെ പറഞ്ഞാൽ അയ്യന്തോളായാലും നൈക്കനായാലും
എല്ലാവരും അവരുടേതായ ദേശങ്ങളൊക്കെ തന്നെ വിയ്യൂരായാലും ഒക്കെ തന്നെ അവരുടേതായ ഒരു നാടാണ്, നാടിന്റെ സംസ്കാരമാണ്. അല്പസമയങ്ങളിൽ മാത്രം ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ശക്തരിൽ ശക്തനായ ശക്തൻ തമ്പുരാന്റെ സ്വന്തം നാട്ടിൽ പുലികൾ ഇറങ്ങും. ആ പുലിയുടെ ഇറങ്ങുന്ന ഒരു കാഴ്ച, ആ മനസ്സിനും കണ്ണിനും ഒക്കെ തന്നെ കുളിരുന്നേക്കുന്ന കാഴ്ച, ആ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ള സമയം എന്ന് പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന അയ്യന്തോളിന്റെ പുലിവണ്ടിയാണ്. അതിനുശേഷം പുലികൾ ഒന്നൊന്നായി ഇറങ്ങും. അയ്യന്തോളിന്റെ ഭാഗത്തുനിന്ന് പുലികൾ ഇറങ്ങും. അത് നേരെ പോകുന്നു സ്വരാജ് റൗണ്ട് ചുറ്റുന്ന സമയത്ത് ഈ നാട് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പുലിക്കാഴ്ച ഫ്രെയിമിൽ കാണിച്ചു തരാൻ പറ്റുമോ? ബാക്കില് നിങ്ങൾ നേരത്തെ പറഞ്ഞനുസരിച്ചും കാണുന്നതനുസരിച്ച് ഒരു മീനിന്റെ വാല് പോലെ കണ്ടത്, മുൻപിൽ പക്ഷേ പുലിന്റെ നഖവും പല്ലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് കാണിച്ചു ക്യാമറാമാൻ കാണിച്ചു കൊടുക്കൂ. അല്ല പുലിവണ്ടിയുടെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ജോം ടി കെ, ഞങ്ങൾക്ക് പ്രത്യേകം ബ്രാഞ്ചുകളില്ല, ജോം ടി കെക്ക് ഒറ്റ ബ്രാഞ്ച് മാത്രം. ഇതാണ് ആ പുലിവണ്ടി, അയ്യന്തോൾ ദേശത്തിന്റെ പുലിവണ്ടി. ഏറ്റവും വലിയ ടാബ്ലോ എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. തൃശ്ശൂർ ഇതുവരെ പുലിക്കളിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ടാബ്ലോ എന്നുള്ളതാണ് അവകാശവാദം. അവരുടെ പുലികൾക്കൊന്നും വിഷമം വേണ്ട. 2 പുലികൾക്ക് ചില്ലറ കളിയല്ല, 51 അടി നീളമുള്ള 1.5 ടാബ്ലോ ഈ വർഷം അവർ ഇറക്കിയതാണ്. ഇത്തരത്തിൽ ഒരു ചരിത്രത്തിൽ തന്നെ തൃശ്ശൂർ പൂരത്തിൽ, തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ തന്നെ, പുലികളിയുടെ ചരിത്രത്തിന് ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു നീളത്തിൽ ഇത്തരത്തിലൊരു ഗംഭീര ടാബ്ലോ ഇറക്കാൻ പോകും. ഇഞ്ചോട് ഇഞ്ച് കാല് കുത്താൻ സ്ഥലമില്ലാത്ത വിധം ഈ ജനസാഗരം ശക്തന്റെ മണ്ണിൽ നിറയും. ആ ജനസാഗരത്തിന് ഇടയിലൂടെ നീന്തി തുടിക്കാനാണ് ഇത്തരമൊരു ടാബ്ലോ എന്ന ആശയവുമായി അയ്യന്തോൾ എത്തിയിരിക്കുന്നത്. ഇനി നാടും നഗരവും പ്രകമ്പനം കൊള്ളുന്ന നേരമാണ്. അരമണി കിലുക്കി വയറ് കുലുക്കി പുലികൾ നാടും നഗരവും വാഴും. എല്ലാ തവണത്തെയും പോലെ ഓണാഘോഷത്തിന്റെ പര്യാപ്തി അത് അത്രമേൽ ആഘോഷിച്ചുകൊണ്ടാണ് തൃശ്ശൂർ നഗരം കൊണ്ടാടുന്നത്. ഇവിടെ ഓരോ പുലികളെയും നമുക്ക് കാണാം. വീണ്ടും അരമണി കുലുക്കുന്നുണ്ട്. ഷിനോജ ആവേശത്തിനൊപ്പം ചേരുന്നുണ്ട്. രാവിലെ മുതൽ കൂടെ ഉണ്ടായിരുന്ന ജോയ്പുലി അവസാനവട്ട ആവേശം. അതെ എന്തായാലും നിങ്ങൾക്ക് അയ്യന്തോൾ ദേശത്തിനോടാണ് സ്നേഹം. ഞങ്ങൾക്ക് അങ്ങനെ അയ്യന്തോളിനോട് പ്രത്യേക സ്നേഹമല്ല. എല്ലാ 9 ദേശക്കാരോടും ഒരുപോലെയാണ് സ്നേഹം. 9 ദേശക്കാരെയും ഒരുപോലെ നമ്മൾ അംഗീകരിക്കുകയാണ്. 6 വിജയിക്കുമെന്നുള്ള ആകാംക്ഷ നമുക്ക് അത് ഒരുപോലെ തന്നെ ഉണ്ട്. എന്നാൽ നിങ്ങൾ അവരുടെ ഒപ്പം ജോറാക്കിക്കോളൂ. തിരികെ